ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ കൽക്കി കണ്ടു. അടിപൊളി സിനിമ. അതായത് നമ്മളെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു സിനിമ ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ശരിക്കും 600 കോടി മുടക്കി എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു അസറ്റ് ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ആദിപുരുഷനെ പോലുള്ള ഒരു എന്താ പറയുക, ഒരുപാട് കോടികൾ മുടക്കി വന്നെന്ന് പറയുന്ന സിനിമകൾ, അതിൻ്റെ ഡയറക്ടേഴ്സ് ശരിക്കും ഈ സിനിമ കണ്ട് പഠിക്കണം. അത്രയ്ക്കും അതായത് ഇന്ത്യൻ സിനിമയ്ക്ക് ഭയങ്കര അഭിമാനപരമായ ഒരു സിനിമയാണ്. നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ പറ്റും. പിന്നെ ഇതിലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ മഹാഭാരതവും അതുപോലെ നമ്മളെ ഈ ഒരു എന്താ പറയുക, ആ ഒരു ബ്ലെൻഡിങ് ഉണ്ട്. ന്യൂ ടെക്നോളജീസ്, ഇപ്പോഴത്തെ ഒരു ആധുനിക ടെക്നോളജി ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ്, അത് അപാര സെറ്റപ്പായി ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്. രോമാഞ്ചം എന്ന് പറഞ്ഞാലല്ലോ, അത് 3D കാണണം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നുന്നത് അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസാണ്. പ്രഭാസൊക്കെ അങ്ങ് അറ്റത്ത് പോയി നിൽക്കണം ഈ അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസിന് മുമ്പിൽ. ഞാൻ ഈ സംവിധായകൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, പുള്ളിയുടെ മുമ്പ് ചെയ്ത പടം മഹാനടി എന്നാണ് പടം. പിന്നെ അവരൊരു വലിയ നിർമ്മാണ കമ്പനിയൊക്കെ അവരുടെ ഓണർഷിപ്പ് തന്നെ ഉള്ളതായിട്ടാണ് കാണുന്നത്. എന്തായാലും ഭയങ്കര, അതായത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇവർ എടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു സംശയം തോന്നി വെച്ചാൽ, ഈ സിനിമ എങ്ങനെ എഴുതി, ഇതിനെ എങ്ങനെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ ഡയറക്ടറുടെ മനസ്സിലുള്ള സിനിമ എഡിറ്ററുടെ മനസ്സിൽ വരണമല്ലോ, ഗ്രാഫിക്സ് ചെയ്യുന്നവരുടെ മനസ്സിൽ വരണമല്ലോ. ആ ഒരു കണക്ഷൻ ഇവരെങ്ങനെ സെറ്റാക്കി നമുക്ക് ഒരിക്കലും അത് എങ്ങനെ സംഭവിച്ചു. അത്രയും നല്ല ടെക്നീഷ്യന്മാർ ഇതിൽ പിന്നിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇത് ഇത്രയും വലിയൊരു വിജയമായിട്ട് വന്നേക്കുന്നത്. ഒരു 2-3 വട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റ് മാറത്തില്ല. അത്ര അടിപൊളി പെർഫോമൻസാണ്. പിന്നെ ഇതിൽ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ആളാണ് അന്നാബൻ്റെ ഒരു പോർഷൻ ഉണ്ട്, കുറച്ച് ഭാഗം. അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റിങ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. പുള്ളിക്കാരിയുടെ പെർഫോമൻസൊക്കെ സിനിമയ്ക്ക് നല്ല ഒരു അസറ്റായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ആ പ്രസൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് കമൽഹാസൻ. പുള്ളിയുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു രൂപവും, പിന്നെ നമ്മൾ ഫൈനൽ എൻഡിങ് പോർഷനിൽ കാണിക്കുന്ന ഒരു ഗെറ്റപ്പ് ഉണ്ട്. ഇത് രണ്ടും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ തന്നെ ഒരു പുല്ല് ചവിട്ടി മരിക്കുന്നൊരു സീനുണ്ട്. അതും ഭയങ്കര, അതായത് ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നല്ല നമുക്ക് സംശയം തോന്നുന്ന രീതിക്കുള്ളൊരു അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് സിനിമ മൊത്തത്തിൽ. ഇനിയിപ്പം എന്താ പറയുക, മ്യൂസിക് എല്ലാം, അതായത് ഈ സിനിമയിൽ മോശം എന്ന് പറയാനൊരു പോയിൻ്റ് പോലും കാണിക്കാനില്ല. പിന്നെ ഇതിൽ അതായത് ഇൻ്റർവെൽ പോർഷനായപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയായിരുന്നു, ഈ സിനിമയൊക്കെ അത് നമ്മുടെ ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഒരു വലിയ ഒരു വിജയം എന്നുള്ളൊരു ഇത് നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് ഞാനിതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട സമയത്തുണ്ട്, കറക്റ്റ് സമയത്ത് രാജമൗലിയുടെ എൻട്രി. ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് റെഫറൻസ് തോന്നിയെന്ന് വെച്ചാൽ, സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് ഭാഗമൊക്കെ മാഡ് മാക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടത്തിനോട് ചെറിയ സാമ്യം തോന്നുന്ന രീതിക്കുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. എന്നാലും അതിന് ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അതായത് തിയേറ്ററിൽ 3D പോയി കണ്ട വർത്താണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയൊരു അടുത്ത പടവുമായി നമുക്ക്